നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. പക്ഷി മൃഗാദികളെയും വൃക്ഷലതാദികളെയും സനാതനധർമ്മത്തിലെ ദേവീദേവന്മാരുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പൂർണ്ണ രൂപങ്ങളായാണ്. നന്ദികേശനായ ശിവനും പുലിവാഹനനായ ശ്രീ അയ്യപ്പനും മയിൽ വാഹനത്തിൽ സഞ്ചരിക്കുന്ന സുബ്രഹ്മണ്യനും മൂഷിക വാഹനനായ ഗണപതിയും ഗരുഡൻ്റെ പുറത്ത് പറക്കുന്ന മഹാവിഷ്ണുവും താമരയിലയിൽ വസിക്കുന്ന ദേവിയും കഴുത്തിൽ പാമ്പിനെ ചുറ്റിയിരിക്കുന്ന മഹാദേവനും ആലിലയിൽ കാൽവിരലുണ്ട് കിടക്കുന്ന ഉണ്ണിക്കണ്ണനും സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന സംഹാരരുദ്രയും അരയന്നത്തിൻ്റെ പുറത്തിരിക്കുന്ന സരസ്വതിയും അനന്തശായിയായ അനന്തപത്മനാഭനും പരിസ്ഥിതിയും ദേവീദേവന്മാരുമായുള്ള ബന്ധത്തെ വെളിവാക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം പഞ്ചഭൂതോപാസനയിൽ അധിഷ്ഠിതമാണ്. പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും ഒന്നിച്ചു ചേരുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷണം പൂർണ്ണതയിലെത്തുന്നത്. തുടർന്ന് ഗുരുവചനം കേൾക്കാം. നിങ്ങളുടെ ഹൃദയമാണ് കോവിൽ. അവിടെയാണ് ഈശ്വരനെ പ്രതിഷ്ഠിക്കേണ്ടത്. നല്ല ചിന്തകളാണ് അവിടത്തേക്ക് അർപ്പിക്കേണ്ട പുഷ്പങ്ങൾ. നല്ല പ്രവൃത്തികളാണ് പൂജ. നല്ല വാക്കുകളാണ് കീർത്തനം. പ്രേമമാണ് നൈവേദ്യം. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. അതിമൃദുലൗ മമ ചരണാവതി കഠിനം തേ മനോഭവാനീശ ഇതി വിചികിത്സാം സന്ത്യജ ശിവ കഥമാസീത് ഗിരൗ തഥാ പ്രവേശഃ. അതിമൃദുലൗ മമ ചരണാവതി കഠിനം തേ മനോഭവാനീശ ഇതി വിചികിത്സാം സന്ത്യജ ശിവ കഥമാസീത് ഗിരൗ തഥാ പ്രവേശഃ. സന്ധ്യാദീപം. തുടർന്ന് ശങ്കരസ്തോത്രാമൃതം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ
ഗുരുപരമ്പരാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 94 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ പരമേശ്വരനിൽ പ്രവർത്തിക്കുന്ന കരണങ്ങളാണ് യഥാർത്ഥത്തിൽ കരണങ്ങൾ അഥവാ അർത്ഥമുള്ളവ. സദാ പരമേശ്വര സ്മരണം ചെയ്യുന്ന വ്യക്തിയാണ് കൃതകൃത്യൻ. ഇതാണ് ഒടുവിൽ നമ്മൾ ശ്രദ്ധിച്ചത്. നമ്മുടെ കരണങ്ങളെ നമ്മൾ എന്തിനെല്ലാം വ്യാപരിപ്പിക്കുന്നു, എന്തെല്ലാം പറഞ്ഞ് കാലം കളയുന്നു, അതൊന്ന് ശ്രദ്ധിച്ച് എല്ലാ കരണങ്ങളെയും ഈശ്വരോന്മുഖമാക്കി തീർക്കണമേ എന്നുള്ള സങ്കല്പമാണ് അവിടെ. തുടർന്ന് 95-ാമത്തെ ശ്ലോകം. അതിമൃദുലൗ മമ ചരണാവതി കഠിനം തേ മനോഭവാനീശ ഇതി വിചികിത്സാം സന്ധ്യജ ശിവ കഥമാസീത് ഗിരൗ പ്രവേശസ്തേ. അതിമൃദുലൗ മമ ചരണാവതി കഠിനം തേ മനോഭവാനീശ ഇതി വിചികിത്സാം സന്ധ്യജ ശിവ കഥമാസീത് ഗിരൗ പ്രവേശസ്തേ. അപ്പം ഇതിനകം തൻ്റെ മനസ്സിൽ വന്ന് വസിക്കാൻ പലതവണ ഭക്തൻ ഭഗവാനോട് അപേക്ഷിച്ചു, പല പ്രാവശ്യം. നമ്മളിതിനു മുമ്പ് പലപ്പോഴും ഈ ശിവാനന്ദ ലഹരിയിൽ പഠിച്ചതാണ് ആ ഭാഗം. എൻ്റെ മനസ്സിൽ വന്ന് നിവസിക്കണമേ എന്ന്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആ പരമേശ്വരൻ തൻ്റെ മനസ്സിൽ വന്ന് വസിക്കുന്നില്ല വേണ്ടതുപോലെ. അപ്പോൾ ഒരു ചിന്ത വരികയാണ് ഭക്തൻ്റെ ഉള്ളിൽ, ഇനി ഭഗവാൻ എങ്ങാണ്ട് വിചാരിക്കുന്നുണ്ടാവുമോ തൻ്റെ കാലുകൾ വളരെ മൃദുലങ്ങളാണ്, ഈ ഭക്തൻ്റെ മനസ്സ് കഠോരമാണ്, അതുകൊണ്ട് അതിൽ താൻ പ്രവേശിച്ചാൽ തൻ്റെ കാലിന് കേടുവരും എന്നോ മറ്റോ ഭഗവാൻ വിചാരിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഭക്തന്. അതുകൊണ്ട് പറയുകയാണ്, ഹേ ഭവാനീശ, അല്ലയോ ഭവാനിയുടെ ഈശ. ഭവാനിയുടെ ഈശൻ പരമേശ്വരൻ, പാർവതീപതി. ഹേ ഭവാനീശ, മമ ചരണവും അതിമൃദുലവും, എൻ്റെ ചരണങ്ങൾ, എൻ്റെ കാലുകൾ അതിമൃദുലങ്ങളാണ്. തേ മനഃ അതികഠിനം, നിൻ്റെ മനസ്സാകട്ടെ അതികഠിനമാണ്. എന്ന് ഇതി വിചികിത്സാം സന്ധ്യജ, എന്ന സംശയത്തെ ഉപേക്ഷിക്കൂ. ഇത് ഭക്തൻ്റെ ഒരു കൽപ്പനയാണ്. ഒരു പക്ഷേ ഭഗവാൻ പരമേശ്വരൻ തൻ്റെ മനസ്സിൽ വന്ന് വിളയാടാത്തത് ഈ കാരണം കൊണ്ടായിരിക്കാം. കാരണം എൻ്റെ മനസ്സ്, ഭക്തൻ ചിന്തിക്കുകയാണ്, എൻ്റെ മനസ്സ് കഠോരമാണ്, കഠിനമാണ്, ഭഗവത് പാദം മൃദുലമാണ് എന്ന് ഭഗവാൻ ചിന്തിക്കരുത്. അതാണ്. അപ്പോൾ ഭഗവാൻ ചിന്തിക്കുന്ന സമയത്ത് മമ ചരണവും അതിമൃദുലവും, എൻ്റെ കാലുകൾ, എൻ്റെ 2 കാലുകൾ അതിമൃദുലങ്ങളാണ്. തേ മനഃ അതികഠിനം, നിൻ്റെ മനസ്സ് അതികഠിനമാണ്. എന്ന് ഹേ ഭവാനീശ വിചികിത്സാം സന്ധ്യജ, വിചികിത്സ സംശയം എന്ന സംശയത്തെ, സന്ദേഹത്തെ സന്ധ്യജ, നല്ലപോലെ ഉപേക്ഷിക്കൂ. എന്തുകൊണ്ട്? കഥം തേ ഗിരൗ പ്രവേശ ആസീത്. ഹേ ശിവ, അല്ലയോ ശിവ, അല്ലയോ പരമശിവ, കഥമാസീത് തവ ഗിരൗ പ്രവേശ, പർവ്വതത്തിൽ നിൻ്റെ പ്രവേശം എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ അർത്ഥം, ഭഗവാൻ പരമേശ്വരൻ എപ്പോഴും ഹിമാലയത്തിൽ പർവ്വതത്തിൽ വിഹരിക്കുന്നവനാണ് എന്നല്ല, കൈലാസത്തിൽ നിവാസമാക്കിയിട്ടുള്ളവനാണ്. പർവ്വതത്തിൽ നിവസിക്കുന്നു, പർവ്വതത്തിൽ വിഹരിക്കുന്നു. ഭഗവാന്റെ സമാധിമഗ്നമായ ഇരിപ്പ് മാത്രമല്ല, താണ്ഡവങ്ങളും ശിവനൃത്തങ്ങളും പർവ്വതത്തിൽ തന്നെയാണ്. ഇപ്പോൾ പർവ്വതത്തിൽ നടക്കുക, പർവ്വതത്തിൽ ജീവിക്കുക, പർവ്വതത്തിൽ നൃത്തം ചെയ്യുക എന്നതൊക്കെ ശിവൻ ചെയ്യുന്നുണ്ടല്ലോ. പർവ്വതം എന്താ മൃദുലമാണോ? ഒരിക്കലും, അതികഠിനമാണ്. അപ്പം അതികഠിനമായ പർവ്വതത്തിലാണല്ലോ നീ വസിക്കുന്നത്, അതികഠിനമായ പർവ്വതത്തിലാണല്ലോ നീ സഞ്ചരിക്കുന്നത്, അതികഠിനമായ പർവ്വതത്തിലാണല്ലോ നീ നൃത്തം ചെയ്യുന്നത്. എന്നിരിക്കെ എൻ്റെ മനസ്സ് കഠിനമാണ് എന്ന് ഹേ പരമശിവ നീ വിചാരിക്കരുത്. അതുകൊണ്ടാണ് നീ എൻ്റെ മനസ്സിലേക്ക് വരാതിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്.
കാരണം നീ പർവ്വതത്തിൽ വിഹരിക്കുന്നവനാണല്ലോ. അതികഠിനമല്ലേ പർവ്വതം. അപ്പോൾ അവിടെ വിഹരിക്കുന്ന നിനക്ക് എന്തുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നൂടാ? അപ്പോൾ ഇവിടെ തൻ്റെ മനസ്സ് കഠിനമാണെന്നുള്ളത് ഭക്തൻ അംഗീകരിക്കുന്നു. ഉയർച്ച താഴ്ചകളോടുകൂടിയ കഠിനമായ ഒട്ടും സുഖകരമല്ലാത്തതാണ് തൻ്റെ മനസ്സെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ നിനക്ക് ന്യായമില്ല. എന്തുകൊണ്ട്? നീ പർവ്വതവിഹാരിയാണ് എന്ന് വളരെ ചമൽക്കാരപൂർണമായിട്ട് ശിവനോട് പറയുകയാണ് ഭക്തൻ. നോക്കൂ, അതിമൃദുലൗ മമ ചരണൗ അതികഠിനം തേ മനോഭവാനീശ ഇതി വിചികിത്സാം സന്ധ്യജ ശിവ കഥമാസീത് ഗിരൗ പ്രവേശസ്തേ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. സന്ധ്യാദീപം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. വിളക്കുകളുടെ നാടെന്നാണ് ചങ്ങനാശ്ശേരി അറിയപ്പെടുന്നത്. 980-ആം ആണ്ടിൽ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച 5 വിളക്കുകളാണ് ചങ്ങനാശ്ശേരിക്ക് ഈ പെരുമ സമ്മാനിച്ചത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ഇടങ്ങളിലൊന്നായ ചങ്ങനാശ്ശേരി ചന്ത ദളവ സ്ഥാപിച്ച ഈ വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു കാലത്തെ ജലഗതാഗതങ്ങളുടെ രാജകീയ സ്മൃതികളിൽ ഉറങ്ങി ബോട്ടുജെട്ടിയും കാണാം. ഇന്നും ആലപ്പുഴയിലേക്കുള്ള ജലഗതാഗതങ്ങളിൽ ഈ ബോട്ടുജെട്ടി സജീവമാണ്. വേലിയേറ്റങ്ങളുടെയും വേലിയിറക്കങ്ങളുടെയും ജലതരംഗ താളങ്ങളിൽ എവിടുന്നോ യാത്ര ചെയ്തു വന്ന പായൽക്കൂട്ടങ്ങളാണ് കടവ് നിറയെ. ഈ ഋതുവിന്റെ സ്നേഹസ്പർശത്താൽ അവ നോക്കത്താ ദൂരത്തോളം പൂത്തുലഞ്ഞു കിടക്കുന്നു. ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന സന്താനഗോപാലം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായും ചങ്ങനാശ്ശേരിയുടെ പൂർവ്വചരിത്രവുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ളവർ ഏറ്റെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ചരിത്രം വ്യക്തമാക്കുന്നു. പുഴവാത് ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ ഓരോ അമ്മമാരും യശോദമാരാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണിക്കണ്ണന്മാരാകുന്നു. ദ്വാപരത്തിൽ അമ്പാടിയിലെ ഓരോ പരമാണുവും ഭഗവാന്റെ പാദസ്പർശത്താലും കൃഷ്ണമുരളികയുടെ നാദത്തിൽ അലിഞ്ഞും ആനന്ദത്തിൽ ആറാടിയതുപോലെ തന്നെ ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അപാരമായ ശാന്തിയിലേക്ക് നയിക്കുന്ന പുണ്യദർശനം തന്നെയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ സന്താനഗോപാലമൂർത്തി ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സന്താന സൗഭാഗ്യം തന്നെയാണ്. സന്താന സൗഭാഗ്യം തേടി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ നടത്തുവാനെത്തുന്ന ദമ്പതിമാർക്ക് ഈ ക്ഷേത്രം
കാരുണ്യത്തിന്റെ യമുനാ തീരം തന്നെയാണ്. ഭഗവാന്റെ കാരുണ്യത്താൽ ജന്മം കിട്ടുന്ന കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ഭഗവാന് മുന്നിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനെത്തുന്ന കാഴ്ച അത്രമേൽ അനുഗ്രഹീതമാകുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടു തന്നെ. ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്ര ഒടുവിൽ ഒരു ഒത്തുചേരൽ പോലെ അത്രയ്ക്കും ആത്മീയമായ ഗൃഹാതുരതയുമായാണ് ഓരോ ദമ്പതിമാരും സന്താനഗോപാല വ്രതാനുഷ്ഠാനത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായി ഈ തിരുസന്നിധിയിലെത്തുന്നത്. അതുകൊണ്ടു തന്നെയാണ് ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓരോ അമ്മമാരും യശോദമാരാകുന്നതും കുഞ്ഞുങ്ങൾ കണ്ണനെ പോലെ ചിരിക്കുന്നതും. അപ്പോഴും ഒരു കുട്ടി കണ്ണനെ സ്വപ്നം കണ്ട് വ്രതം നോറ്റ് ഭഗവാന് മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്ന ദമ്പതിമാരെയും നമുക്ക് ക്ഷേത്രാന്തരീക്ഷത്തിൽ കാണാം. പുഴവാത് വൈകുണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ ലളിതവും മനോഹരവുമായ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ്. ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണെന്ന വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ ഓരോ കാഴ്ചകളും ശാന്തസുന്ദരമായ ആത്മനിർവൃത്തി തന്നെയാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇരു കൈകളിലും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്ന് പറയുന്നത്. ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെ നിരന്തരമായി പിന്തുടരുന്ന എല്ലാ ദമ്പതിമാർക്കും സന്താന സൗഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസവും. ഓരോ പ്രദക്ഷിണങ്ങളും ഏതോ നിത്യമായ ശാന്തിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നു. ഇവിടെ വരുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയം ഒരു വൈകുണ്ഠ ദർശനം പോലെ തന്നെ പവിത്രമാകുന്നു. ചുണ്ടുകളിൽ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നീല സരസ്സുകളിൽ അവർ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനിലൂടെ തന്നെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ തന്നെ ജീവിച്ച് ഭഗവാനിലൂടെ തന്നെ പ്രാർത്ഥിച്ച് സാഫല്യം നേടുന്നു. ഇവിടെ ഭഗവാന്റെ കൃപയാൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഭക്തജനങ്ങൾ ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിക്കുന്നു. ഓരോ കുഞ്ഞിക്കാലുകളും ആദ്യമായി പിച്ചവയ്ക്കുന്നത് ഈ മണ്ണിൽ തന്നെ. ഓരോ കുഞ്ഞു കൈകളും ആദ്യമായി കൈകൂപ്പുന്നതും ഈ തിരുസന്നിധിയിൽ തന്നെ. തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സർവ്വ പ്രാർത്ഥനകളും ഭഗവാനോട് മാത്രം തന്നെയാണ്. ഓരോ കുഞ്ഞുങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണല്ലോ. ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞും ഭഗവാന്റെ മുരളീരവത്തിന്റെ ആനന്ദധാരയെ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തുമ്പോൾ, കുഞ്ഞിക്കൈകൾ ചലിപ്പിക്കുമ്പോൾ അമ്പാടിയിലെന്ന പോലെ ഇവിടുത്തെ സർവചരാചരങ്ങളിലും കണ്ണൻ നിറയുകയായി. ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം. വെയിലിന് മഞ്ഞ നിറമാർന്നപ്പോൾ പ്രദക്ഷിണ വഴികളിലേക്ക് വിഷ്ണു മന്ത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു.
ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം. ശ്യാമസന്ധ്യയാണിനി. കണ്ണന്റെ നീലിമയാർന്ന പ്രകൃതിയിലേക്ക് ശാന്തിയുടെ പ്രകാശനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി. ഓരോ നാളങ്ങളും തെളിയുന്നത് മനസ്സിന്റെ അന്ധകാരങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഭഗവത് പ്രകാശം തന്നെയാണ് ആത്മാവിലേക്കുള്ള പ്രകാശ വഴികളാകുന്നതും. ഇന്ദ്രിയങ്ങളെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് ആത്മബോധങ്ങളിൽ ഭഗവത് പ്രാർത്ഥനകൾ നിറച്ച് കർമ്മവീഥികളെ ശുദ്ധവും നിത്യവും സത്യവുമാക്കുകയെന്നത് തന്നെയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത്.